അപ്പോൾ ഗൈസ് നമ്മൾ പെരുന്നാളാണ്, സോറി പെരുന്നാൾ തലേന്നാണ്. നമ്മൾ പിന്നെ കുറച്ച് പടക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി ഫ്രണ്ട്സായിട്ട്. അപ്പളാ ഞാൻ പറഞ്ഞില്ലേ ആ സ്ക്രാച്ച് ചെയ്ത പൈസക്ക് നമുക്ക് ഫ്ലോപ്പ് ആണോ ആ വേണുണ്ടോ ഗൈസ് പൊട്ടണില്ല. ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് ഗൈസ് പടക്കം പൊട്ടിക്കോണം. ബൈ അതാ പൊട്ടു ഇപ്പൊ പൊട്ടു. തൊടല്ലേ എങ്ങോട്ടെ ഗൈസ് അതും തൂക്കി. ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ്. അപ്പോൾ ഗൈസ് ഇന്നാണ് നമ്മളെ പെരുന്നാൾ തലേന്ന്. സോ നമുക്ക് കുറച്ച് പടക്കൊക്കെ പൊട്ടിക്കണം, പിന്നെ ഒന്ന് കുറച്ച് എൻജോയ് ആവണം ഗൈസ്. പിന്നെ കുറേ പടക്കൊക്കെ ചീറ്റി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ മേലാഞ്ചൊക്കെ വന്ന് നോക്കിയിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് പടക്കൊക്കെ പൊട്ടിച്ചതിനോണ്ട് തന്നെ നമ്മൾ കുറേ ഓടി കളിച്ചതിനോണ്ട് എനിക്ക് ഭയങ്കര കാലുവേനൊക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് ദിസ് ഈസ് മൈ മെഹന്തി ആൻഡ് ഞാൻ എത്ര കിട്ടുള്ളൂ ഗൈസ് കാണിച്ചു തരാം. 2 കയ്യിൽ ഉള്ളിൽ ഞാൻ ലോട്ടസാണ് ഇട്ടത്, പുറത്ത് സിമ്പിളായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒന്നാണ് ഗൈസ്. ക്ഷമ തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ തന്നെ അത് എന്താ പറയുക കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീച്ചപ്പോൾ ഗൈസ് ഇതാണ് അവസ്ഥ. പിന്നെ ഞാൻ ഈ കൈയിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കൈയിൻ്റെ തുമ്പത്തായിട്ട് ഞാൻ ബിഗ് ബി യൂസ് ചെയ്ത് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്, കുറച്ച് കളർ ഇട്ടാൻ വേണ്ടി. പിന്നെ ഞാൻ ഉച്ച വരെ വെറുതെ ഇരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മൾ ചെറിയൊരു ട്രാൻസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ഇടാൻ പോവാണ്. ഞാനങ്ങനെ ഇന്നലെ രാത്രി കാത്തിരുന്നൊരു സമയം വന്നത് ഗൈസ്. ഈ ഒരു കമ്മലിടാൻ വേണ്ടിയാണ് ഗൈസ് ഞാൻ ഇത്രയും സമയം കമ്മലിൽ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ രാത്രി ഈ കമ്മലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ബട്ട് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മേക്കപ്പൊക്കെ ചെയ്തു, ചെറിയ മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അധികം സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ മേക്കപ്പിങ്ങൊക്കെ ചെയ്ത് ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ പുറത്ത് പോയിട്ട് വീടിൻ്റെ പുറത്ത് പോയിട്ട് ഇതുപോലെ നമ്മൾ ട്രാൻസിഷൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുക്കലായിരുന്നു കേട്ടോ. കുറേ കോപ്രായങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഗൈസ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു നോമ്പ് തരൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഗൈസ് ഈ ഒരു വ്ളോഗും. പിന്നെ നമ്മൾ ട്രാൻസിഷനിലുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കൂ ഗൈസ്, എൻ്റെ കയ്യിൽ താമര നിങ്ങൾ കണ്ടു. ആൻഡ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തെങ്കിൽ പിന്നെ ഇതുപോലത്തെ എന്താ പറയുക സിറ്റുവേഷനിലൊക്കെ എന്താണ് വോയിസ് ഓവർ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ഈ ഒരു സമയമാകുമ്പോൾ പ്രത്യേകിച്ചൊന്നും വോയിസ് ഓവർ കൊടുക്കുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കഥകളൊന്നും നമുക്ക് പറയാനും ഉണ്ടാവില്ല. വോയിസ് ഓവർ കൊടുക്കാണ്ടിരുന്നാലും ഭയങ്കര ബോറായിരിക്കും, അധികം കൊടുത്താലും ഭയങ്കര ബോറായിരിക്കും. പിന്നെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കസിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും ഓളും കൂടി ഒരു ലേസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ലേസൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും എൻ്റെ കസിനും കൂടെ വീണ്ടും നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വീടിൻ്റെ തൊട്ട് കുറച്ച് മുന്നിലായിട്ട് ഇതുപോലൊരു ഫ്ലവറൊക്കെ ഉള്ളൊരു വീടിൻ്റെ മതിലുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ ട്രാൻസിഷൻ്റെ വീഡിയോസ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഞാൻ ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കാം കേട്ടോ വേസ്റ്റ് ചെയ്തത്. ആ ഒരു ട്രാൻസിഷൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ വെയിലൊക്കെ കാണുമ്പോൾ ഒന്ന് പോയി മുഖം അടുത്തൊക്കെ വെച്ചൊരു വീഡിയോ ഒക്കെ എടുക്കണ്ടേ. പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ ഞാൻ പോയി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ഇട്ടിട്ടുണ്ടായിരുന്ന മെഹന്തി ഫേഡായി പോയിട്ടുണ്ടായിരുന്നു. നടുവിലുള്ള താമര അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബിഗ് ബി കൊണ്ട് നമ്മൾ പകലിട്ടിട്ടുണ്ടായിരുന്ന ആ തൊപ്പി ഉണ്ടല്ലോ അത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ രാത്രി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് മിസ്സായിപ്പോയിട്ടോ, മറന്നുപോയി ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഐസ്ക്രീം കഴിക്കാനൊരു പൂതിയായിട്ടോ.
പിന്നെ ഞാൻ ഒരു മാംഗോ ഐസ്ക്രീം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ രാത്രി പടക്കം പൊട്ടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഗൈസ്. അധികമൊന്നുമില്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക, പൂത്തിരി കത്തിച്ചു, പിന്നെ എന്തതിൻ്റെ പേരെന്തേനു, എന്തൊക്കെയോ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഗുണ്ടൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സോറി ഗുണ്ടൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇത് നേരിട്ട് കാണാനായിട്ട് ഗുണ്ട് പൊട്ടിയപ്പോൾ നല്ല സൗണ്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി. പിന്നെ നമ്മൾ പൂത്തിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഈ ഒരു ഗ്രീൻ കളറുള്ളതും ഉണ്ടായിരുന്നു, പിന്നെ റെഡ് കളറുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒന്ന് കത്തി തീരുമ്പോൾ അടുത്തടുത്ത് കത്തിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ റെഡ് കളറുള്ളത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പിന്നെ ഈ ഒരു പൂത്തിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പൂത്തിരി കത്തിക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. ഇപ്പോഴും പേടിയില്ല എന്നൊന്നും അല്ല കേട്ടോ, നല്ല പേടിയുണ്ട്. ഇത് കയ്യിലേക്ക് എങ്ങനെയും തെറിച്ചാലുള്ളൊരു പേടിയാണ്. ചെറുതായിട്ടൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലേനു കേട്ടോ. ഞാൻ വല്ലാണ്ട് കണ്ട് മൈൻഡ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിനൊരു ജേർണലിങ് ചെയ്യണം വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പൂത്തിരിൻ്റെ ഒക്കെ ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു മാൾക്കിസ്റ്റും കൂടെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. ബൈ.